ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് വിചാരിക്കുന്നത് എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതായത് ഞാൻ ഒരു ദിവസം ജോലിക്ക് പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിക്കും. കുറേ പേരുണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വീഡിയോ എടുക്കാൻ പോവാണ്. യൂഷ്വലി എനിക്ക് ഒട്ടും ടൈം കിട്ടാറില്ല, കാരണം നമ്മൾ കറക്റ്റ് ടൈമിലായിരിക്കും എണ്ണിക്കുന്നത് ഓഫീസിൽ പോകേണ്ട ദിവസം. അതായത് ഇപ്പോൾ 9 o'clock ഷിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ എണ്ണിക്കുന്നത് ഒരു 8 മണിക്കായിരിക്കും. ആ 8 മണിയിൽ നമുക്ക് 8:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ഉള്ളൂ 9 മണിയാകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുള്ളൂ. നമ്മുടെ വീടും ഹോസ്പിറ്റലും നല്ല അടുത്താണ്. സോ 8:45 ഇറങ്ങിയാൽ നമ്മൾ 9 മണിയാകുമ്പോൾ നമ്മൾ ഓഫീസിൽ ചെല്ലും. പക്ഷെ 8 മണിക്കായിരിക്കുമല്ലോ എണ്ണിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള തിരക്കും കാര്യങ്ങളൊന്നും അത് ഭയങ്കര പാടാണ്. സോ ഇന്ന് എനിക്ക് 10 മണി ഷിഫ്റ്റ് ആയിരുന്നു. സോ 10 മണി ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ എണ്ണീറ്റു. യൂഷ്വലി ഞാൻ 10 മണി ഷിഫ്റ്റിന് മാത്രം 8 മണിക്ക് എഴുന്നേൽക്കും കേട്ടോ. കാരണം എനിക്ക് ചോറൊക്കെ കൊണ്ടുപോകാനായിട്ട്. മറ്റേതെന്ന് വെച്ചാൽ നേരത്തെ തലേന്ന് തന്നെ നമ്മൾ ചോറൊക്കെ ഇട്ട് വയ്ക്കും, കറിയൊക്കെ ജസ്റ്റ് ചൂടാക്കി എടുത്തുകൊണ്ട് പോയാൽ മതിയായിരിക്കും. അപ്പോൾ 10 മണി ഷിഫ്റ്റ് ആകുമ്പം തലേന്ന് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, 2 മണിക്കൂർ കിട്ടും നേരത്തെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് പതുക്കെ ചായയൊക്കെ ഓൾറെഡി ഞങ്ങളിവിടെ 6 പേരാണ് താമസിക്കുന്നത്. സോ 6 പേരായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ രാവിലെ പോകുന്ന ഷിഫ്റ്റുകാർ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും, അല്ലെങ്കിൽ ചോറുണ്ടെങ്കിൽ ചോറ് തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കും. ആരാണ് രാവിലെ എണ്ണിക്കുന്നത് അവർ അങ്ങ് ചെയ്ത് വെക്കും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസിയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ തന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചായയൊക്കെ കുടിച്ചു. പിന്നെ ചോറ് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി പാത്രത്തിലൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ട് എന്തെങ്കിലും ആയിരിക്കും. ലൈക്ക് എന്തെങ്കിലും ബ്രെഡ്, അല്ലെങ്കിൽ ഏത്തക്ക, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കണ ചപ്പാത്തി, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ടൈം ആർക്കും കിട്ടാറുമില്ല, ആരും കഴിക്കാറുമില്ല. അങ്ങനെ ആയിരിക്കും. പിന്നെ ഇൻ കേസ് ഉണ്ടാക്കാത്ത ദിവസമാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കും. ചോറ് ഞാൻ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് കൊണ്ടുപോകാറുണ്ട്. എനിക്ക് ക്യാൻറ്റീനിലെ ചോറ് എനിക്ക് അങ്ങനെ വലിയ പിടിപ്പില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുന്നത് ചോറാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ കറിയാണെങ്കിലും മാക്സിമം ചോറ് ഞാൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഉള്ളത് ബ്രെഡാണ്. സോ നമ്മൾ ബ്രെഡും മുട്ടയാണ് കഴിക്കുന്നത്. ഞാൻ യൂഷ്വലി അല്ലാതെ എനിക്ക് ചപ്പാത്തി വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിൽ, അപ്പം ഞാൻ ചപ്പാത്തിക്ക് അങ്ങനെ പ്രിഫറൻസ് കൊടുക്കാറില്ല. ഞാൻ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡും ഒരു എഗ്ഗും കൂടി ഫ്രൈ ചെയ്ത് അങ്ങനെയായിരിക്കും ഞാൻ യൂഷ്വലി എപ്പോഴും കഴിക്കാറുള്ളത്. എല്ലാവർക്കും അറിയാമായിരിക്കും, ജോലിക്ക് പോകുന്ന എല്ലാവർക്കും, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇഡ്ഡലി, സാമ്പാർ, ദോശ അങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കാനുള്ള സ്നേഹം. പിന്നെ ഞായറാഴ്ചകളിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പുട്ടൊക്കെ അങ്ങനെ വിരളമാണ്. ഉപ്പുമാവൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കാറ്. അപ്പം അങ്ങനെ ഞാനിവിടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ വെച്ചിട്ട് 2 ബ്രെഡ് എടുത്ത്, എണ്ണ ഉണ്ടാവുള്ളായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എണ്ണ ഉണ്ടാവുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ ഗീ ആണ് യൂസ് ചെയ്യാറ്. ഗീ തീർന്നിരിക്കുകയാണ്. പിന്നെ മുട്ടയുള്ള ദിവസം എണ്ണ തന്നെയായിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം ഗീ മുട്ടയും കൂടെ എനിക്ക് അങ്ങോട്ട് വലിയ ടേസ്റ്റ് ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇനി റെഡി ആവാൻ പോകണം. ഏകദേശം ഒരു 8:30 ആ ടൈം ആയതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ആൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ട് അവളുടെ റെഡി ആയാലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നെസ്ലാൻ്റെ ഒത്തിരി വീഡിയോസിൽ അവളുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അവളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ 6 പേരായതുകൊണ്ട് 6 പേരും ഡിഫറെൻറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ചിലവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, ചിലവർക്ക് ഏർലി മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും 5:30, പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പം യൂഷ്വലി ഇങ്ങനെ റഷ് വരാറില്ല. ഒഴുങ്ങാനും ഓരോരുത്തരൊക്കെ ആയിട്ടായിരിക്കും ബാത്റൂമിൽ കയറുന്നതും ഒരുങ്ങുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനൊരു ഹോം ടൂറൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വീടും കാര്യങ്ങളൊക്കെ PG എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ ഫസ്റ്റ്ലി ഹോസ്റ്റലിൻ്റെ ടൂറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം. ബട്ട് എനിക്ക് ഭയങ്കര ഈ PGയിലേക്ക് മാറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹോസ്റ്റലിലെ പോലെ അല്ല, നമുക്ക് നല്ലൊരു ഹോംലി ടച്ച് കിട്ടും. പിന്നെ ഫുഡ്, മെയിൻലി ഫുഡാണ് നമുക്ക് ഇഷ്ടം ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് അത്ര ഒരു റിലാക്സേഷൻ ഉണ്ട്. ഹോസ്റ്റലാണെങ്കിൽ നമ്മൾ ഇവിടെ അടച്ചിട്ട പോലെ നമുക്ക് ഫുഡ് കിട്ടാത്തപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ടൈപ്പാണ്. ഇവിടെ ആണെങ്കിൽ നമുക്കൊരു മുട്ട പൊരിച്ചാണെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് റെഡി ആവുകയാണ്. ഗ്രൂമിംഗ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. സോ നമ്മൾ പെട്ടെന്ന് റെഡി ആവുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞു വന്നിട്ട് ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. ആദ്യമായിട്ട് കാണുന്നവർക്ക് അതൊക്കെ അറിയാനൊരു ആഗ്രഹം ഉണ്ടാവല്ലോ. നേരത്തെ ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്നുള്ള രീതിയിലാണ് ഇത്രയും നേരം സംസാരിച്ച് പോയത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ്ട്രോ മെഡ് സിറ്റി കൊച്ചിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത്.
അപ്പോൾ ഞാൻ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്യാണ്. വീഡിയോ എടുത്തുകൊണ്ട് കുറച്ച് ടൈം പോയി. സോ എല്ലാം ഒന്ന് പെട്ടെന്ന് പാക്ക് ചെയ്ത് ഉള്ള ആ ഒരു ധൃതിയിലൊക്കെയാണ്. ഞാൻ എന്നിട്ട് ഒരു എത്ര മണി 10:80 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി. നേരത്തെ ഉള്ള ദിവസങ്ങളിൽ 8 മണി 9 മണി ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രീഫിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണം. 10 മണി ഷിഫ്റ്റ് അങ്ങനെ ബ്രീഫിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു 9:45 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടാണ്. എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് വാക്കവേ ഉള്ളൂ ഈ ആസ്റ്ററിലേക്ക്. ഒരു സ്പീഡിൽ നടന്ന ഒരു 7 മിനിറ്റ്സ് അത്രയൊക്കെ ഉള്ളൂ. നല്ല ഭംഗിയാണ് കേട്ടോ അവിടുത്തെ ആ വഴി കൂടെ നടന്നു പോകാനായിട്ട്. ചെറിയൊരു ഇടവഴിയാണ്. കാരണം ഈ ആസ്റ്റർ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ, അതായത് മെയിൻ എൻട്രൻസ് വഴിയല്ല നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്, ബാക്ക് എൻട്രൻസ് വഴിയാണ്. അപ്പോൾ ബാക്ക് എൻട്രൻസിലേക്ക് പോകുന്ന വഴി സ്റ്റാഫുകൾക്ക് മാത്രം നടക്കാൻ വേണ്ടി ഒരുപാട് സ്റ്റാഫുകളുണ്ട്. സോ അവിടെ ആ ഒരു ലൊക്കാലിറ്റിയിലാണ് എല്ലാവരും ഓൾമോസ്റ്റ് PG ആയിട്ടും അല്ലാതെ ഒക്കെ താമസിക്കുന്ന, റെന്റിനൊക്കെ ആയിട്ട് താമസിക്കുന്നത്. സോ മൊത്തം നമ്മുടെ സ്റ്റാഫുകളാണ്. രാവും പകലും ഇല്ലാതെ ഫുൾ ടൈം അവിടെ ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു 10 മണി ഷിഫ്റ്റ് അങ്ങനെ യൂഷ്വലി ആർക്കും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പം നിലവിൽ ഇവിടെ ആരെയും നിങ്ങൾ കാണാത്തത്. ഇത് നമ്മൾ ആസ്റ്ററിൻ്റെ പകുതി എത്തിക്കഴിഞ്ഞത്. നിങ്ങൾ ആ കാണുന്നത് ആസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒട്ടും പേടിക്കാനില്ല. നൈറ്റ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ആളുണ്ടാവും അവിടെ. പിന്നെ ഒരൊറ്റ സാധനത്തിന് ഇവിടെ പേടിക്കാനുള്ളത് ഈ സാധനത്തിനെയാണ്, ഈ ഡോഗിനെ, പട്ടീനെ. മൊത്തം പട്ടികളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ശരിക്കും പേടിയാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കടക്കാനൊക്കെ നോക്കുള്ളൂ. പിന്നെ ഇതൊരു ചെറിയ കടയാണ്. പോകുന്ന വഴിക്ക് ഈ ആസ്റ്ററിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ളൊരു ചെറിയ കടയാണ്. പിള്ളേരൊക്കെ ഈ സ്നാക്സും അതും ഇതൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. അപ്പം നമ്മൾ ഏതായാലും ആസ്റ്റർ ഇത് നമ്മുടെ സ്റ്റാഫ് എൻട്രൻസിനോട് ബാക്ക് എൻട്രൻസ് ആണ്, ഫ്രണ്ട് എൻട്രൻസ് അല്ല. ആസ്റ്റർ ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഫ്രണ്ടിൽ കൂടെ വന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അടിപൊളി സ്ഥലമാണ്. ഒരു ഏക്കേഴ്സിൽ ഇത്ര ഏക്കേഴ്സിലുള്ള നല്ല അടിപൊളി ഭംഗിയുള്ളൊരു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നില്ല. ഫ്രണ്ടിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ അതിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു റിസോർട്ട് ഫീൽ കിട്ടുന്നൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. നല്ല ഭംഗിയാണ് കായൽ തീരമൊക്കെ. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് പുറത്തേക്ക് പോയി വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒട്ടും ടൈമൊന്നും കിട്ടത്തില്ല. പുറത്തോട്ട് പോകാനോ മഴ നോക്കി നിൽക്കുകയൊക്കെ വേണം. സോ അങ്ങനെ പുറത്തോട്ട് പോയില്ല. അപ്പം എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന സുനിതേനെ വഴിയിൽ നിന്ന് കിട്ടി. അവളെയും കൂട്ടി ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കിലാണ് സ്റ്റാഫ് എൻട്രൻസ് വരുന്നത്. സോ നമുക്ക് ഈ ബാക്കിൽ കൂടെ വരുമ്പോൾ സ്റ്റാഫ് എൻട്രൻസ് ആക്സസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഫ്രണ്ടിൽ കൂടെ ആണെങ്കിൽ ഒരുപാട് ചുറ്റാനുണ്ട്, ഒരുപാട് നടക്കാൻ തന്നെ 2 കിലോമീറ്റേഴ്സ് തന്നെ ഉണ്ട്. ഫെൻ ഗേറ്റിൽ നിന്ന് ആസ്റ്ററിൻ്റെ അങ്ങോട്ടേക്ക് 2 എന്നൊക്കെ ഞാൻ തള്ളിയതാണ്. ഒരു 1 കിലോമീറ്ററെങ്കിലും ഉണ്ട് ആസ്റ്ററിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് മെയിൻ ഗേറ്റിന് അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഇത് ഞങ്ങൾ സ്റ്റാഫ് എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തി. എന്നിട്ട് നമ്മൾക്ക് ഇനി പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. നമ്മൾ പഞ്ചൊക്കെ ചെയ്തു കേട്ടോ. പഞ്ച് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ലിഫ്റ്റ് കയറി ഇത് തൽജിയിലാണ് നമ്മളുള്ളത്. നമുക്ക് ഗ്രൗണ്ടിലാണ് നമ്മുടെ ഓഫീസ് എല്ലാം വരുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഓരോ ഓഫീസ്, അതായത് ന്യൂറോളജി, നെഫ്രോളജി, ഗ്യാസ്ട്രോളജി, അങ്ങനെ പറഞ്ഞ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഓരോ ഓഫീസുണ്ട്. അപ്പം ഒരു 20+ ഓഫീസ് ഉണ്ട് നമുക്ക്. 20+ വെറൈറ്റി സ്പെഷ്യാലിറ്റീസ് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ മെൽവിൻ ചേട്ടൻ അവിടെ ഉണ്ട്, ഫിസിയോതെറാപ്പിയിലുള്ളതാണ്. ഫിസിയോതെറാപ്പി നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ, ആസ്റ്ററിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ കോർഡിനേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഡെസ്ക്കാണ്. ഫ്രണ്ട് ഡെസ്കിൽ ഇതെൻ്റെ ഫ്രണ്ടാണ് ഹസ്ന രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഈ 10 മണി ഷിഫ്റ്റിന് വരുമ്പോൾ ഇതൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഞാനൊരു ദിവസം 8 മണിക്ക് ഷിഫ്റ്റിന് കയറിയായിരുന്നു. ആ ദിവസത്തെ ഒരു ക്ലിപ്പാണ് ഇത്. ഞാൻ ബ്രീഫിങ്ങിന് പോയതും അത് കണ്ടത് കുറേ ആൾക്കാർ നിൽക്കണ കണ്ടില്ലേ, അത് ബ്രീഫിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അന്ന് ആ 10 മണിക്ക് പോയ ദിവസം അത്രേ എടുക്കാൻ പറ്റുള്ളൂ. രാവിലത്തെ സെഷൻ മാത്രമേ എനിക്ക് അന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഈ 10 മണിക്ക് പോകുമ്പം ഓൾമോസ്റ്റ് എല്ലാം നല്ല തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ചെന്നാൽ ഉടനെ വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, മോശമില്ല ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. സോ ഞാൻ 8 മണിക്കൊരു ഷിഫ്റ്റിന് ഒരു ദിവസം കുറച്ച് നേരത്തെ വന്ന് കയറിയിട്ട് 8 മണി ഷിഫ്റ്റിൻ്റെ ആ ഒരു വ്യൂസാണ് കാണിക്കുന്നത്. കാരണം നമുക്ക് ആളില്ലാത്തപ്പോഴുള്ള അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ഡ്യൂട്ടിക്ക് പോകുന്നതൊക്കെ അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ രാവിലെ കയറിയ ഒരു ദിവസം, തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസം, ആരും ഇല്ലാത്തൊരു സമയത്ത് എടുത്ത വീഡിയോസ്. ഇത് തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത്. രാവിലെ വരുന്നു, നമ്മൾ സിസ്റ്റം ഒക്കെ ഒന്ന് ഓണാക്കുന്നു, നമ്മൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു, എന്തെങ്കിലും പെൻഡിങ് വർക്ക്സ് ഒക്കെ തലേന്നത്തെ പെൻഡിങ് വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 10 മണിക്ക് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഫുള്ള് നമുക്ക് ഓൾറെഡി എല്ലാവരും നേരത്തെ വന്നവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ആ വർക്കിലേക്ക് നേരെ നമ്മൾ കടക്കുകയാണ്. അപ്പം നമുക്ക് വേറെ ഒന്നും വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇത് രാവിലെ വരുന്ന ദിവസമാണെങ്കിൽ നമ്മളായിരിക്കും ഓപ്പൺ ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമുക്കൊന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി
ഞാനിരിക്കുന്നത് ന്യൂറോളജിയിൽ ഒരു 2 സെക്ഷനായിട്ടുണ്ട്. ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം. അതിൽ DBS, അതായത് പാർക്കിൻസൺസ് ആൻഡ് മൂവ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി. അത് നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 ഡോക്ടറായ ഡോക്ടർ ആശാ കിഷോറിൻ്റെ ഒരു സെപ്പറേറ്റ് വിങ് പോലെ നമുക്ക് ന്യൂറോ സയൻസസിൽ തന്നെയുണ്ട്. ആ ഒരു സെഷനിലാണ് ഞാനിരിക്കുന്നത്. നിങ്ങൾക്ക് കാസ്റ്റിൽ വന്നാൽ എന്നെ അന്വേഷിക്കാൻ മെയിൻ OP1 ഫാർമസി. നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ OP1 ഫാർമസിയുടെ ബാക്കിലാണ് നമ്മുടെ പാർക്കിൻസൺസ് ആൻഡ് മൂവ്മെൻറ്റ് ഡിസോർഡർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുള്ള. അവിടെ ഞാനുണ്ട്. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനും എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ മെയിൻ ന്യൂറോ ഞാൻ കാണിക്കാം. നമ്മൾ മെയിൻ ന്യൂറോയും ഇതും ഇന്റർ കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആസ്റ്ററിൻ്റെ ന്യൂറോ സയൻസസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റ് മാത്രം കൂടുതലായിട്ട് കാണിക്കുന്നത്. ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓർത്തോപീഡിക്സ്, അതുപോലെ തന്നെ ഡെർമറ്റോളജി, ENT, ഓഫ്താല്, ഗ്യാസ്ട്രോ, പോഡിയാട്രി, പൾമനോളജി, ഓങ്കോളജി, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക്. പിന്നെ അതുപോലെ തന്നെ രാവിലെ നല്ല മഴയായിരുന്നു. ആ ഒരു 8 മണിക്ക് വന്ന സമയത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ ഇത്. നല്ല മഴയും കാര്യങ്ങളും, നല്ല വൈബുള്ളൊരു പ്ലേസ് ഒക്കെയാണ്. ഇത്രയൊന്നും അല്ല, ഒരുപാട് ഉണ്ട് ആസ്റ്ററിൽ കാണാനായിട്ട്. എനിക്കപ്പം ലിമിറ്റഡ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഡ്യൂട്ടി ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളല്ലോ. അങ്ങനെ പിന്നെ വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ആയി. പിന്നെ വർക്കിൻ്റെ ടൈമിലൊന്നും നമുക്ക് വീഡിയോ എടുത്തില്ല. പിന്നെ വർക്കൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു. നമ്മളപ്പം 5 പേരുണ്ട്. നമ്മളപ്പോൾ ഓരോ സമയത്തായിട്ടാണ് നമ്മൾ ലഞ്ചിന് പോകുന്നത്. 12 തൊട്ട് പോകാൻ തുടങ്ങും. 12:30, 1, 1:30, 2 അങ്ങനെയാണ് നമ്മൾ പോകാറ്. ഹാഫ് അവറാണ് നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉള്ളത്. അപ്പം നമുക്കിവിടെ ഒരു മെഷീനൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കൂപ്പണൊക്കെ എടുക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ എന്നുള്ളവർക്ക് നമുക്കിങ്ങനെ ക്യൂ നിന്നിട്ട് ഫുഡ് വാങ്ങിക്കാം. ബിൽ സെക്ഷൻ ഒരു ക്യൂ, നമ്മുടെ ഫുഡ് വാങ്ങിക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. 1 മണി 1:30 സമയത്ത് പോലെ ഭയങ്കര ക്യൂ ആയിരിക്കും. വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടല്ലേ പെട്ടുപോകും. നല്ല വെയിറ്റിംഗ് കിട്ടും, നല്ല കട്ട ക്യൂവും കിട്ടും. സോ ഞാൻ ഇന്ന് എന്തായാലും വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ടല്ലോ. സോ ഞാൻ ഫ്രണ്ടിൽ പോയി ഒരു പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ആ ചോറ്റും പാത്രത്തിൽ കഴിക്കുന്നതിലും എളുപ്പമാണല്ലോ. പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ആ ചുറ്റുപാത്രത്തിലെ ഫുഡെല്ലാം കൂടെ, ടിഫിൻ ബോക്സിലെ ഫുഡെല്ലാം കൂടെ അതിൽ തട്ടിയിട്ടിട്ട് അതിനകത്താണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ആരെയും കമ്പനി കിട്ടിയില്ല ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. എല്ലാവരും ഓൾമോസ്റ്റ് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കഴിക്കാൻ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരാണെങ്കിലും ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിലും എന്ത് ഫുഡാണെങ്കിലും നമ്മളിവിടെ വന്നിരുന്നിട്ടാണെന്ന് നമ്മൾ കഴിക്കുന്നത്. ഉച്ച സമയത്തും രാവിലെ ഒക്കെ ടൈമിലുള്ളൂ ഇത്ര തിരക്കൊക്കെ. അല്ലെങ്കിൽ ഇത്രയും തിരക്കൊന്നുമില്ല. വേറെ ഫുഡൊന്നുമില്ല. ആകെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത്രയും ഇവിടെ കിട്ടുള്ളൂ. അല്ലാണ്ട് ടീ, സ്നാക്സ് ഒന്നുമില്ല. അതിന് വേറെ നമുക്ക് സെപ്പറേറ്റ് സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ 2-3 ക്യാൻറ്റീൻസ് ഉണ്ട്. മെയിൻലി വരുന്നത് 2 പാരഗൺ ആണ്. ഒരു സ്മോൾ പാരഗൺ ഉണ്ട്, ഒരു ബിഗ് പാരഗൺ ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ തന്നെ 2 ക്യാൻറ്റീൻസ് ഉണ്ട്. എക്സിക്യൂട്ടീവ് ഡൈനിങ്ങും പിന്നെ ഒരു ചെറിയൊരു കഫറ്റേരിയ ഉണ്ട്. പിന്നെ റെഡ് ബബിൾസ് എന്ന് പറയുന്നൊരു ഇതിൻ്റെ ഒരു 2 കഫറ്റേരിയാസ് ഉണ്ട്. പിന്നെ അകത്ത് ഒരുപാടുണ്ട്. ഞാനിതൊന്നും വീഡിയോയിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്കൊരു സ്പെക്ടക്കിൾസ് ഷോപ്സ് വരുന്നുണ്ട്. ഒരു ഗ്ലാസ് ഷോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ ബേക്കർ, ഒരു 1 സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേഷനറീസും കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. പിന്നെന്താണ്, ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. പിന്നെ ഒരു SBI ബാങ്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മുടെ ആസ്റ്ററിൽ. എനിക്ക് വീഡിയോയിൽ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഞാൻ നേരെ പോകുന്നത് പ്രേയറിനായിരിക്കും. പ്രേയറിന് പോയി അവിടെ പ്രേയറൊക്കെ ചെയ്യും. അവിടെ നമുക്ക് ഇപ്പം ഞാൻ കാണിച്ചില്ല ആസ്റ്റർ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട്, അത് നമ്മുടെ അവിടെ തിയേറ്ററിൻ്റെ വെയിറ്റിംഗ് ഏരിയ ആണ്, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വെയിറ്റിംഗ് ഏരിയ ആണ്. അപ്പോൾ അവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് വർക്കൊക്കെ ചെയ്യണമെങ്കിലുണ്ടല്ലോ ഒരു ഫെസിലിറ്റിയാണ് ഇപ്പം ഞാൻ കാണിച്ചത് നിങ്ങൾ. അവിടെ ഇരുന്ന് വർക്കൊക്കെ ചെയ്യാനായിട്ട് അവർക്കൊരു ഡെസ്കും ചെയർസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് നേരെ പ്രേയറിന് വരും. ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ റെഡ് ബബിൾസ് എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട്, ഒരു കഫറ്റേരിയ. അതിൻ്റെ ചെയേഴ്സൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ചെറിയ പാരഗണിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. ബിഗ് പാരഗണിൻ്റെ ഔട്ട്ലെറ്റ് വേറെ എനക്സ് പറഞ്ഞൊരു ബിൽഡിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രേയറൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പുറത്ത് ചെറിയ മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആംബിയൻസ് പൊളിയാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഒരു ദിവസം ഞാൻ ഇവിടുന്നൊക്കെ റിസൈനൊക്കെ ആയി പോകുന്നതിന് മുന്നേ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ആസ്റ്ററിൻ്റെ ഫ്രണ്ട് വ്യൂ തൊട്ട് ഫുള്ളൊന്ന് ആസ്റ്റർ കാണിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. കാണിക്കാം കേട്ടോ. പിന്നെ ഞാനിനി പറയാം നിങ്ങൾക്ക്, ഞങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടി. ഒരിക്കലും വീട്ടിൽ എനിക്ക് തോന്നുന്നു ഞാൻ 2 years ആയി ആസ്റ്ററിൽ വന്നിട്ട്. അതിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കോർഡിനേറ്റേഴ്സ് ഒരുമിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ പോകുന്നത്. കാരണം ഒരുമിച്ച് ഒരിക്കലും പോകാൻ പറ്റില്ല. കാരണം ആരെങ്കിലും കൗണ്ടറിൽ വേണം, ആളെപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഈ വയനാട് ലാൻഡ് സ്ലൈഡ് അങ്ങനെയൊക്കെ ഭയങ്കര മഴയും കാര്യങ്ങളും ആൾക്കാർ പേടിച്ചിട്ടൊക്കെ ആവും. നല്ല തിരക്കുള്ള ദിവസം ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച്. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാമായിരിക്കുമല്ലോ, ഞാൻ കുറേ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് ടൂർ പോയ വീഡിയോസിലൊക്കെ അവർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളൊന്ന് കോഫിയൊക്കെ കുടിക്കാൻ വന്നൊന്ന് റിലാക്സ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എൻ്റെ വർക്ക് എക്സ്പീരിയൻസ്, അതായത് ആസ്റ്ററിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.
ആസ്റ്റർ അടിപൊളിയാണ് കേട്ടോ. വർക്ക് ചെയ്യാൻ വേണ്ടി അടിപൊളിയാണ്. നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉള്ളൊരു പ്ലേസ് ആണ് ആസ്റ്റർ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ആസ്റ്ററിൽ വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് വർക്ക് ചെയ്യാൻ. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും. നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് ആസ്റ്ററിൽ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ കയറിയതാണ് ആസ്റ്ററിൽ. ഞാൻ പഠിച്ചിറങ്ങിയ ഉടനെ ഫസ്റ്റ് ഞാൻ ജോബ് ചെയ്യുന്ന ആസ്റ്ററിലാണ്. ഇപ്പം ഞാൻ 2 വർഷം ആകാറായി ആസ്റ്ററിൽ. ഐ എം റിയലി എന്താ പറയുക, ഞാൻ റിയലി സാറ്റിസ്ഫൈഡ് ആണ് ആസ്റ്ററിൽ വർക്ക് ചെയ്യുന്നതിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് വേക്കൻസീസും കാര്യങ്ങളൊക്കെ എപ്പോഴും വരാനുണ്ട്. ഓപ്പർച്യൂണിറ്റീസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഡയറക്റ്റ് വന്ന് അപ്രോച്ച് ചെയ്ത് CV ഒക്കെ അയച്ചൊക്കെ നിങ്ങളുടെയൊക്കെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോബ്സിൻ്റെ വേക്കൻസീസൊക്കെ വരുവാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ആണ് ആസ്റ്റർ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഈവനിങ് കുറച്ച് ടൈം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് പുറത്തെ ആ ഒരു ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം നമുക്കൊരു 6:30 ആയി, ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാനും സുനിതയും ദിവ്യയായിരുന്നു ലാസ്റ്റ് ഡ്യൂട്ടി. 6:30 10-ന് കയറിയ 6:30. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതുവഴി പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെയല്ലോ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് ഭയങ്കരമായിട്ട് വഴി തെറ്റിപ്പോവും. ഒരുപാട് സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് വഴി തെറ്റിപ്പോവും. ഞങ്ങൾക്ക് തന്നെ വന്ന ഇടയ്ക്ക് തന്നെ ഒരുപാട് വഴി തെറ്റുമായിരുന്നു. ഇതിലേക്ക് കൂടിയാണ് പോകുന്നത്, ഒന്നും അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയൊരു ബിഗ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. എനിക്ക് നീ ഒരുപാട് പറയാനുണ്ടായിരുന്നു. എൻ്റെ വർക്ക് എങ്ങനെയാണ്, വർക്കിംഗ് കോർഡിനേറ്റർ എന്താണ് ചെയ്യുന്നതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് പെട്ടെന്ന് വീഡിയോ തീർന്നു പോയ പോലെ തോന്നുവാണ്. എന്തോ ഒരാൾ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാണ് ആസ്റ്ററിനെ കുറിച്ചിട്ട്. പക്ഷെ വീഡിയോ പെട്ടെന്ന് നമ്മുടെ വിഷ്വൽസ് ഒക്കെ തീർന്നു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ വേറൊരു ദിവസം എൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.